ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ബഡ്ജറ്റ് കഴിഞ്ഞു. ബഡ്ജറ്റിൻ്റെ ഇമ്പാക്റ്റ് ഓൾമോസ്റ്റ് ഇന്നലെ തന്നെ പ്രകടമായിരുന്നു. ഇന്നു മുതലും ബഡ്ജറ്റിൻ്റെ ചെറിയ ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ലാക്ക് ലെസ്റ്റർ മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എല്ലാ ബഡ്ജറ്റിനെയും പോലെ നമ്മുടെ പ്രതീക്ഷകളൊന്നും തന്നെ ബലവത്തായില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ബഡ്ജറ്റിന് മുമ്പ് ധാരാളം പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒട്ടുമിക്കവാറും പ്രതീക്ഷകൾ ബഡ്ജറ്റിൽ ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതൊരു കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേപക്ഷം ഒരു ആശ്വസിക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ടുള്ളൊരു ബഡ്ജറ്റാണ്. കോയലേഷൻ പ്രഷർ ഉള്ളപ്പോഴും ഫിസ്ക്കൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.9% GDP ആക്കിയിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ഒപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഊന്നൽ തന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ്. ഇൻ്ററിം ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള 11.11 ലക്ഷം കോടി തന്നെയാണ് ഈ ഫൈനൽ ബഡ്ജറ്റിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറിൻ്റെ എഡ്യൂക്കേഷൻ്റെയൊക്കെ അലോക്കേഷനും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് പോസിറ്റീവാണ്. പക്ഷേ പല പ്രപ്പോസൽസും വന്നിട്ടുള്ളത് വളരെ കുറവ് സെക്ടേഴ്സിന് മാത്രമാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ടാക്സ് പ്രപ്പോസൽസ് വന്നിട്ടുള്ളത് ചെറിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇൻകം ടാക്സ് റിലേറ്റഡ് ടാക്സ് റിഫോമിലുണ്ട്. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് റിലേറ്റഡ് ടാക്സിൽ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 20% ആക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ കാലാവധി റേഷണലൈസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഇനി 2 വർഷം ഉണ്ടാവുള്ളൂ. പക്ഷേ ലിസ്റ്റ് ചെയ്യാത്ത ഫിനാൻഷ്യൽ അസറ്റ്സും അതുപോലെ തന്നെ മറ്റു അസറ്റുകളുടെയൊക്കെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 12.5% ആക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് മേഖലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന കാര്യമാണ്. മുമ്പ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റിന് ശേഷം 20% ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റിയൽ എസ്റ്റേറ്റിനൊക്കെ. ഇപ്പോൾ അത് 12.5% കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. ചെറിയ ഒരു ഇൻക്രീസ് ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും വരുന്നൊരു കാര്യമാണ്. അത് ചെറിയൊരു നെഗറ്റീവാണ്. പക്ഷേ ഹൗസിംഗ് സെക്ടറിൽ പല റിഫോം മെഷേഴ്സും പറഞ്ഞിട്ടുണ്ട്, റെൻ്റൽ ഹൗസിംഗ് സ്കീമുകൾ ഇതൊക്കെ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഇല്ല. പക്ഷേ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ അപ്വേർഡ് മൊമെൻറ്റം വലിയ രീതിയിൽ ഇമ്പാക്റ്റഡ് ആവാനുള്ള ചാൻസാണ് കാണുന്നത്. അപ്പം നമ്മൾ ഇൻകം ടാക്സ് ഇനത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നികുതിദായകനെ സംബന്ധിച്ച് 17,500 രൂപയുടെ ബെനിഫിറ്റൊക്കെ ഉണ്ട്. ചെറിയ ട്വീക്കിങ് സ്ലാബുകളിലൊക്കെ വരുത്തിയിട്ടുള്ളതിൻ്റെ ഒരു മാറ്റമാണ്. തീർച്ചയായിട്ടും ഇത് സാധാരണമാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറീഡ് എംപ്ലോയീസിൻ്റെ 50,000 നിന്ന് 75,000 ആയിട്ടൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആകെത്തുകയാണ് 17,500 രൂപ ബെനിഫിറ്റ് വരുന്നത്. ഈ ഒരു ബെനിഫിറ്റ് മാത്രമാണ് നികുതിദായകന് ഈ ബഡ്ജറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിനേക്കാളൊക്കെ വളരെ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റും നമ്മൾ മാർക്കറ്റിൽ ഇന്നലെ കണ്ടിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസത്തേക്കും കൂടി ഉണ്ടാവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൊതുവെ മാർക്കറ്റിൽ ഉള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്റ്റോക്കുകൾക്ക്, അഗ്രികൾച്ചർ റിലേറ്റഡ് സ്റ്റോക്കുകൾക്ക്, അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ടുള്ള സെക്ടറുണ്ട്. ഒപ്പം എക്സ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുള്ള സെക്ടറുണ്ട്. മറ്റ് ഇമ്പോർട്ട് ഡ്യൂട്ടികൾ കൂട്ടിയിട്ടുള്ള സെക്ടർ സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. ഇവർക്ക് അതിൻ്റേതായ നെഗറ്റീവും പോസിറ്റീവും ഇമ്പാക്റ്റൊക്കെ വരികയാണ്. ബഡ്ജറ്റിൻ്റെ വിലയിരുത്തലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ബഡ്ജറ്റ് ഇവൻ്റ് കഴിഞ്ഞു. ബഡ്ജറ്റിൻ്റെ വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ അഗ്രി റിലേറ്റഡ് സ്റ്റോക്കുകൾക്ക് അതുപോലെ തന്നെ ഫുഡ് മാനുഫാക്ചറിങ് റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ്
ഇമ്പാക്റ്റ് കിട്ടാൻ പോകുന്നത്. അഗ്രികൾച്ചർ റിലേറ്റഡ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ FMCG കമ്പനികളാണ് മേജറായിട്ട് വരുന്നത്. ഇതിൽ മാരിക്കോ, ഡാബർ, അതുപോലെ തന്നെ അഡാനി വിൽമർ, ഗോദ്രേജ് കൺസ്യൂമർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്, ടാറ്റ കൺസ്യൂമർ, ADF ഫുഡ്സ്, അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ്. അതേസമയം ഇന്ത്യയിൽ ധാരാളം ഡൊമസ്റ്റിക് സോഴ്സിംഗ് ഉള്ള ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം നട്ട്സിൻ്റെ ഒക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടി 30% നിന്ന് 150% ആക്കിയിട്ട് കൂട്ടിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും അമേരിക്കൻ ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മറ്റ് കമ്പനികളുണ്ട്. ഫുഡ് റിലേറ്റഡ് രംഗത്ത് ഡൊമസ്റ്റിക് സോഴ്സിംഗ് ഉള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവാണ്. മറ്റൊരു സെക്ടർ പോസിറ്റീവ്ലി ഇമ്പാക്റ്റഡ് എഡ്യൂക്കേഷൻ സെക്ടറാണ്. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്. ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന പ്രാവശ്യം ജോബ് ക്രിയേഷനും സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെയാണ്. അഗ്രികൾച്ചറിൻ്റെയും അതുപോലെ തന്നെ MSME സെക്ടറിൻ്റെയൊക്കെ ഒപ്പം തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള NIT ലിമിറ്റഡ്, NIT ലേണിംഗ് സൊല്യൂഷൻസ്, ക്വസ്റ്റ് കോർപ്പറേഷൻ, ടീം ലീസ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് ഗവൺമെൻറ് ബഡ്ജറ്റിലുള്ള പ്രപ്പോസലുകൾ പോസിറ്റീവാണ്. പൊതുവെ എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ക്യാപെക്സ് കണ്ടിന്യൂ തന്നെയാണ്. ക്യാപെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റെയിൽവേ സെഗ്മെൻറ്റോ മറ്റ് സെഗ്മെൻറ്റുകളിലോ ഒന്നും അലോക്കേഷനിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഡിഫൻസ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ് ഡിക്രീസ് ഉണ്ട്, പക്ഷേ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡിക്രീസ് ഒന്നുമല്ല. അതുകൊണ്ട് ക്യാപെക്സ് റിലേറ്റഡ് സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് സിമൻറ്റ്, കാരണം കൺസ്ട്രക്ഷനും മറ്റ് ആക്ടിവിറ്റീസൊക്കെ കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ്. ആന്ധ്ര, ബീഹാർ അലോക്കേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ വീണ്ടും സിമൻറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിമൻറ്റ്, പ്രത്യേകിച്ച് അൾട്രാടെക് സിമൻറ്റ്, ഇന്ത്യ സിമൻറ്റ്, JK സിമൻറ്റ്, ഡാൽമിയ ഭാരത്, അതുപോലെ തന്നെ അംബുജ സിമൻറ്റ്, ACC, ശ്രീ സിമൻറ്റ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് മൊമെൻ്റാണ് കാണാൻ പോകുന്നത്. പക്ഷേ മാർക്കറ്റിൻ്റേതായ സെൻറ്റിമെൻറ്റുകളൊക്കെ ഈ സ്റ്റോക്ക് പ്രൈസസിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഷിപ്പ് ബിൽഡിങ്ങിന് ധാരാളം പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. നമ്മൾ ബഡ്ജറ്റിന് മുമ്പ് നമ്മുടെ പ്രതീക്ഷകളൊക്കെ തന്നെയാവുന്ന ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ, അത് ഫുൾഫില്ലഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഷിപ്പ് റിലേറ്റഡ് രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച്, ആർമി ഷിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. കാരണം പല ഇൻപുട്ടുകളുടെയും ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. ആർമി ഷിപ്പ് ഉണ്ടാക്കുന്നതിലുള്ള ഇൻപുട്ടുകളുടെ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാം. കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ ഷിപ്പ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, അതുപോലെ തന്നെ മസഗൻ ഡോക്ക്, LNT, സ്വാൻ എഞ്ചിനീയറിംഗ്, പൊതുവേ ഷിപ്പ് റിലേറ്റഡ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം ക്രൂയിസ് ഷിപ്പിങ്ങിനൊക്കെ ധാരാളം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഷ്രിംപ് മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ എക്സ്പോർട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കഴിഞ്ഞ വർഷം ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നേടിയിട്ടുള്ളത് ഷ്രിംപ് എക്സ്പോർട്ടിൽ നിന്നും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ട്. അപ്പോൾ കിങ്സ് ഇൻഫ്രാ വെഞ്ചർ, അതുപോലെ തന്നെ അവാന്തി ഫീഡ്സ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഇന്നലത്തെ ബഡ്ജറ്റ് പ്രപ്പോസലുകൾ പോസിറ്റീവാണ്. ഒപ്പം ഗവൺമെൻറ് PMAY ഉണ്ട്, പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 വേർഷനും വന്നിട്ടുണ്ട്. ഒപ്പം അർബൻ റൂറൽ മേഖലയിലുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ട്. ഇത് പൊതുവേ ഇൻഡയറക്റ്റ് ആയിട്ട് ബെനിഫിഷ്യൽ ആവുന്നത് സിമൻറ്റ് കമ്പനികൾക്കും മറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ കമ്പനികളെ സംബന്ധിച്ചാണ്. ഇതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് KCP ലിമിറ്റഡ്, ഡിഫൻസ് റിലേറ്റഡ് രംഗത്തും അതുപോലെ തന്നെ സിമൻറ്റ് പ്രൊഡക്ഷനും ഷുഗറിലൊക്കെ ഉള്ളൊരു കമ്പനിയാണ്. ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ്. അവരും വലിയ രീതിയിലുള്ള ബെനിഫിഷ്യറി ആവുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആന്ധ്രയിലാണ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ കമ്പനീനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്ന ഇന്ത്യൻ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ട് റൂഫ് ടോപ്പ് സോളാർ കമ്പനികളുടെ കാര്യത്തിലും പോസിറ്റീവ് ഇമ്പാക്റ്റാണ് പോളിസി അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പമ്പ്ഡ് സ്റ്റോറേജ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, അതായത് ഉയർന്ന സ്ഥലങ്ങളിൽ ഡാം നിർമ്മിച്ച് താഴ്ന്ന ലെവലിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ്. ഇതൊരു ഗ്രീൻ എനർജി പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി ഇത്തരത്തിൽ പമ്പ്ഡ് സ്റ്റോറേജ് എനർജി പ്രൊഡക്ഷനിൽ ഏർപ്പെട്ടിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. ഇതിന് മുന്നിട്ട് നിൽക്കുന്ന ടോറൻ പവർ, അതുപോലെ തന്നെ അഡാനി പവർ, ഇപ്പോൾ സെസ്ക് കൽക്കട്ട ഇലക്ട്രിക് സപ്ലൈയിൽ എൻട്രിയാണ്. അതുപോലെ തന്നെ റിലയൻസും എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം
പ്രഖ്യാപനങ്ങൾ പൊതുവെ പവർ കമ്പനികളെ സംബന്ധിച്ചാണ് പോസിറ്റീവ്. അതോടൊപ്പം തന്നെ സോളാർ റിലേറ്റഡ് മറ്റ് അനൗൺസ്മെൻറ്റുകൾ, സോളാർ പല പ്രോഡക്റ്റുകളുടെയും ഡ്യൂട്ടി ഘടനയിലുള്ള മാറ്റങ്ങളുണ്ട്. ചില സെക്ടറിനൊക്കെ ചില സെഗ്മെൻറ്റിനൊക്കെ നെഗറ്റീവായി ബാധിക്കാം. പക്ഷേ സോളാർ ഗ്ലാസ് ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ബോറോസൽ റിന്യൂവബിളിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ സോളാർ പാനലിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോറോസൽ റിന്യൂവബിളിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ബഡ്ജറ്റ് നൽകാൻ പോകുന്നത്. ഈ സ്റ്റോക്ക് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഒപ്പം ഗവൺമെൻറ് സ്മോൾ ആൻഡ് മോഡുലർ ന്യൂക്ലിയർ റിയാക്ടറിൽ കൂടിയുള്ള പവർ ജനറേഷനും പ്രോത്സാഹിപ്പിക്കുകയാണ്. യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും ഇപ്പോൾ ഇതാണൊരു രീതി. വലിയ രീതിയിലുള്ള ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റുകൾ നിർമ്മിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയ രീതിയിലാണ്. അപ്പോൾ ഇന്ത്യയിലും ഇത് സെറ്റപ്പ് ചെയ്യാനുള്ള പ്രപ്പോസലുകളുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓൾറെഡി ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ആയിട്ട് മാറാൻ പോകുന്ന IOC ആണ്. അതോടൊപ്പം തന്നെ അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റ് തുടങ്ങാനുള്ളൊരു പ്രപ്പോസലുണ്ട്. ഇതിന് NTPCനെയും BHELനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം BHEL ആണ് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ ഉണ്ടാക്കുന്ന ഏറ്റവും എക്സ്പെർട്ടൈസുള്ള കമ്പനി. അപ്പോൾ BHELനെ സംബന്ധിച്ചും NTPCനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ബഡ്ജറ്റ് പ്രപ്പോസലുകൾ വന്നിട്ടുള്ളത്. ഒപ്പം നമ്മൾ പല പ്രപ്പോസലുകൾക്കും വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷന് താഴെയാണ് പലതും വന്നിരിക്കുന്നത്. എന്നിരുന്നാലും പൊതുവെ ഒരു ഒപ്റ്റിമിസമാണ്. കാരണം ഫിസിക്കൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത കാരണം റേറ്റിംഗ് ഏജൻസികളോ മറ്റ് ഏജൻസികളോ ഇന്ത്യയുടെ റേറ്റിംഗ് ഒന്നും താത്താൻ പോകുന്നില്ല. മറിച്ച് പൊതുവെ ഒരു സ്റ്റേബിൾ സെൻറ്റിമെൻ്റാണ് ബഡ്ജറ്റിന് ശേഷം എല്ലാവരും വെച്ച് പുലർത്തുന്നത്. പക്ഷേ എഡ്യൂക്കേഷൻ രംഗത്ത്, ജോബ് ക്രിയേഷൻ രംഗത്ത്, അഗ്രികൾച്ചർ രംഗത്ത്, MSME സെഗ്മെൻറ്റിലും, അതുപോലെ തന്നെ സോളാർ, ഷിപ്പ് ബിൽഡിങ്ങും, അതുപോലെ തന്നെ ഷ്രിംപ് എക്സ്പോർട്ട് രംഗത്തൊക്കെയുള്ള പ്രപ്പോസലുകൾ വളരെ പോസിറ്റീവാണ്. ഷിപ്പ് ബിൽഡിങ്ങിനും ഓണർഷിപ്പിനും ക്രൂയിസ് ഷിപ്പിംഗും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പല പ്രപ്പോസൽസും ഉണ്ട്. പൊതുവെ കൊച്ചിൻ ഷിപ്പ് യാർഡ് പോലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോഴുള്ള ഷിപ്പ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ഗവൺമെൻറ് പുതുതായിട്ടൊരു പ്രപ്പോസലുണ്ട്. NPS വാത്സല്യ എന്ന് പറയുന്നിട്ടുള്ളൊരു പ്രപ്പോസലുണ്ട്. പാരൻസിന് മൈനേഴ്സിൻ്റെ പേരിൽ ന്യൂ പെൻഷൻ സ്കീം തുടങ്ങാനാണ്. 18 വയസ്സായി കഴിഞ്ഞാൽ നോർമൽ പെൻഷൻ സ്കീമായിട്ട് മാറും. ഇത് പൊതുവെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം ധാരാളം ഫണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള ഈ NPS റിലേറ്റഡ് പ്രൊഡക്റ്റിലേക്ക് വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലേക്കാണ് അതിൻ്റെ ഫ്ലോ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് പുതിയതായിട്ട് വരുന്നൊരു പ്രൊഡക്റ്റാണ്. വളരെയധികം അക്സെപ്റ്റബിൾ ആവുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിന് ലോങ് റണ്ണിൽ കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം മറ്റ് പ്രപ്പോസലുകൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെയുള്ള സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് ഇതിൽ വീണ്ടും ആനുകൂല്യം കിട്ടിയിട്ടുള്ള സെക്ടറുകളൊക്കെയുണ്ട്. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഇൻപുട്ടുകളൊക്കെ ഡ്യൂട്ടി കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല കമ്പനികളെ സംബന്ധിച്ച് മറൈൻ പ്രൊഡക്ട്സ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഷ്രിംപ് പ്രൊഡക്ഷനും എക്സ്പോർട്ടും ഒക്കെയുള്ള കമ്പനികൾ ലെതർ ആൻഡ് ടെക്സ്റ്റൈൽസിൻ്റെ ഇൻപുട്ടുകളിലും ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. ഇത് ലെതർ റിലേറ്റഡ് ഫുട്വെയർ കമ്പനികൾ, അപ്പാരൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഓൾറെഡി ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റ, അതുപോലെ തന്നെ മറ്റ് ഫുട്വെയർ കമ്പനികളെ സംബന്ധിച്ചൊക്കെ, റിലാക്സോ ഫുട്വെയർ, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചും, അതുപോലെ തന്നെ ലെതർ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതും എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ പൊതുവേ ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെയുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ അതാത് സ്റ്റോക്കുകളിൽ കാണാനുള്ള ചാൻസസ് ഒക്കെയുണ്ട്. ഒപ്പം നമ്മൾ ടാക്സേഷൻ രംഗത്ത് വന്നിട്ടുള്ള പല കാര്യങ്ങളും ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ കോയലേഷൻ പ്രഷർ മാർക്കറ്റിൽ ചെറുതായിട്ടുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള മെഷേഴ്സൊക്കെയാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു കോൺഫിഡൻസൊക്കെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് അടുത്ത 4 അസംബ്ലി ഇലക്ഷൻസ് വരുന്നുണ്ട്, ജമ്മു കാശ്മീർ അടക്കം ഒക്ടോബറിൽ. ആ അസംബ്ലി ഇലക്ഷനിൽ വലിയ രീതിയിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രപ്പോസലുകളും ഇതിൽ വന്നിട്ടില്ല.
അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായൊരു പ്രശ്നം മാർക്കറ്റിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2 മേജർ ഇവൻറ്റ് Q1 റിസൾട്ടുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മേജർ ഇവൻറ്റുകൾ വരാൻ പോകുന്നത്, ഒന്ന് ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനും നവംബറിൽ നടക്കാൻ പോകുന്ന US പ്രസിഡൻഷ്യൽ ഇലക്ഷനാണ് ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ മാത്രമാണ്. ഒപ്പം നമ്മുടെ Q1 റിസൾട്ടുകളുണ്ട്. Q1 റിസൾട്ടുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. ഒപ്പം Q2 റിസൾട്ടുകളും ഉണ്ട്. ഈ 3 ഇവൻറ്റുകളാണ് നമ്മളെ സംബന്ധിച്ച് ഇനി ബഡ്ജറ്റ് ലോകസഭയിൽ അവതരിപ്പിക്കുമ്പോഴുള്ള റിപ്ലൈയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് ബഡ്ജറ്റിന് ശേഷം മാർക്കറ്റിലുള്ളത്. നമ്മൾ മുമ്പ് കണ്ട പോലെ കഴിഞ്ഞ 1-2 വർഷം ഉണ്ടായിട്ടുള്ള രീതിയിലുള്ളൊരു വലിയൊരു റാലി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മറിച്ച് ഒരു കാലിബ്രേറ്റഡ് അപ്പ് മൂവാണ് പല റിലേറ്റഡ് പോളിസികളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട്, വളരെ സെലക്റ്റീവായിട്ട് നമുക്ക് മാർക്കറ്റിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം മാർക്കറ്റ് നമ്മുടെ പ്രതീക്ഷയ്ക്കൊപ്പം വരണമെന്നൊന്നുമില്ല. ഒപ്പം ഇൻ്റർനാഷണൽ ഇവൻറ്റുകൾ വൊളാറ്റിലിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റിയൊക്കെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് ഇമ്പാക്റ്റ്, പൊതുവേ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള പ്രപ്പോസലുകൾ നമ്മുടെ ഓട്ടോമൊബൈൽ കമ്പനികളെ സംബന്ധിച്ച് ചെറുതായിട്ട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ലിഥിയം അതുപോലെ തന്നെ മറ്റ് ക്രിട്ടിക്കൽ മിനറൽസൊക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയുള്ള ബാറ്ററി പ്രൊജക്റ്റുകൾ, അത്തരത്തിലുള്ള ബാറ്ററി സ്റ്റോറേജ് പ്രൊജക്റ്റുകളുണ്ട് പവർ സെക്ടറിലൊക്കെ. ഇതിനൊക്കെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അത്തരത്തിലുള്ള പ്രപ്പോസലുകളുള്ള സ്റ്റോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത്. ഒപ്പം ഇന്നലെ ഏറ്റവും കൂടുതൽ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ടുള്ള ഗോൾഡിൻ്റെയും പ്രഷ്യസ് മെറ്റൽസിൻ്റെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ജ്വല്ലറി സ്റ്റോക്കുകൾ ഇന്നലെ നന്നായിട്ട് മുന്നേറിയിട്ടുണ്ട്. വീണ്ടും ജ്വല്ലറി സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് കല്യാൺ ജ്വല്ലേഴ്സ്, ടൈറ്റൻ, അതുപോലെ തന്നെ ഗോൾഡ് ഇമ്പോർട്ട് രംഗത്തുള്ള രാജേഷ് എക്സ്പോർട്സ്, ഗോൾഡിയാം ഇൻ്റർനാഷണൽ, PC ജ്വല്ലേഴ്സ്, ഇത്തരത്തിലുള്ള ഗോൾഡ് റിലേറ്റഡ് ജ്വല്ലറികളെ സംബന്ധിച്ചൊക്കെ ഇന്നലത്തെ ബഡ്ജറ്റ് പോസിറ്റീവാണ്. ഒപ്പം ഗ്രാഫൈറ്റ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളിലായിരിക്കാം ഒരു പക്ഷേ ഒരു സ്റ്റെബിലിറ്റി കാണാൻ പോകുന്നത്. ഒപ്പം ഏറ്റവും നല്ല റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊരു മുന്നേറ്റം നമുക്ക് കാണാം. അപ്പോൾ പൊതുവേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തീം മാറേണ്ടത് ഇൻഫ്രാ റിലേറ്റഡ് സെക്ടറിൽ സിമെൻറ്റ് സെക്ടറുണ്ട്, ഷിംബ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ലെതർ സെക്ടർ, അതുപോലെ തന്നെ MSME സെഗ്മെൻറ്റുള്ള കമ്പനികൾ, ഫുഡ് റിലേറ്റഡ് FMCG കമ്പനികൾ, ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടത്. ഒപ്പം ജ്വല്ലറി സെഗ്മെൻറ്റ്, ഗോൾഡിൻ്റെ ഇമ്പോർട്ടിറ്റി കുറയുമ്പോൾ തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ പ്രൈസ് ഇവിടെ കുറഞ്ഞേക്കാം. പക്ഷേ നമ്മുടെ റുപ്പിയുടെ കാര്യത്തിൽ റുപ്പി വീണ്ടും വീക്കൻ ചെയ്യാനായിട്ടിത് കാരണമാക്കും. അതുകൊണ്ട് തന്നെ ഒരു കോസ് ഫോർ കൺസേണും കൂടിയാണ് അത്. അപ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവാണ് നമുക്ക് ബഡ്ജറ്റിന് ശേഷം മാർക്കറ്റിൽ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ആണ് നമ്മൾ മാർക്കറ്റിലും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മളിപ്പോൾ ബഡ്ജറ്റ് റിലേറ്റഡ് പോസിറ്റീവ് ഇമ്പാക്റ്റ് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ ഓൾറെഡിയൊക്കെ ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. ഫർദർ മുന്നേറാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പക്ഷേ മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ളൊരു ബൈങ് നടത്തിയാൽ മതി. കാരണം നമുക്കൊരു റോക്കിംഗ് റാലിയൊന്നും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊന്നും തന്നെ ബഡ്ജറ്റിലില്ല. മറിച്ചൊരു കാലിബ്രേറ്റഡ് അപ്പ് മൂവാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. ഇനി F&O സെഗ്മെൻറ്റിൽ ഇന്നലെ STT കൂടിയിട്ടുണ്ട്, ഓപ്ഷനിലും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിലൊക്കെ. ഇനി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എക്സ്ചേഞ്ചുകളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള കൺട്രോളും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിൻ്റേതായൊരു ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിലുണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇംപ്ലിമെൻറ്റേഷൻ്റെ ചെറിയ നെഗറ്റീവ് ആ സെക്ടറിലുള്ള സ്റ്റോക്കുകളൊക്കെ ഒരു പരിധി വരെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ വലിയൊരു ഫാളൊന്നും നമ്മളിതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ബഡ്ജറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ഒക്കെയാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്കായിട്ടാണ്
ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് മിക്സഡ് ആണ്. നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ലാക്ലസ്റ്റർ മൂവ്മെൻറ്റ് തന്നെയാണ് മാർക്കറ്റിൽ. സെലക്റ്റീവ് റിക്കവറി ഉണ്ടായേക്കാം. ബഡ്ജറ്റിൽ പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ സെലക്റ്റീവ് റിക്കവറി കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.